പക്ഷെ പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. എന്തായാലും നല്ല പൂസായിരുന്നു രണ്ടുപേരും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും റെയിൽവേ പോലീസിന് ഇക്കാര്യത്തിൽ കേരള പോലീസിനെ പോലെ അങ്ങനെ പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിച്ച് പോകാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തീർത്തും സുരക്ഷാ മേഖലയിലൊക്കെ വരുന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് നടക്കേണ്ടതുണ്ട്. അപ്പോൾ റെയിൽവേ പോലീസിന്റെ ഒരു അന്വേഷണ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഇവർക്ക് മറ്റു തരത്തിൽ എന്തെങ്കിലുമുള്ള മോട്ടീവ് ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് നൽകുന്ന വിവരം ഇവർ പറയുന്ന കേരളത്തിൽ പല കാര്യങ്ങൾ ഉണ്ടായ സമയത്തും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പല ആളുകളും നമ്മൾ പറയാറുണ്ട് ഇവനെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ ഇവനെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. ആ രീതിയിലൊന്നും ഇവർക്കൊന്നും ഒരു ശിക്ഷ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ പറയുന്നതല്ല ശരി, എന്നിരുന്നാലും ഈ പറയുന്ന പ്രതികൾക്ക് അർഹിക്കുന്ന ഒരു അർഹമായ ശിക്ഷ കേരളത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഒരു കേസിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നാട്ടുകാരെ കണ്ടതുകൊണ്ട് മാത്രം എന്തോ ദൈവാധീനം കൊണ്ട് മാത്രം അപകടങ്ങൾ ഉണ്ടായില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു തെറ്റ് ചെയ്ത ഇവന്മാർക്ക് തക്കതായ ശിക്ഷ ഇനി കിട്ടണം. അത് കേരളക്കര ഒന്നാകെ കാണണമെന്നുള്ളൊരു കാര്യമാണ് എനിക്ക്